ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ ടോക്ക്. സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആയിക്കോട്ടെ, നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, ടിപ്സ് ആൻഡ് നോളജ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും കമൻറ്റ് സെക്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷനിൽ നിന്നായിരിക്കും അടുത്ത വീഡിയോയിൽ ഇടുന്ന പ്രൊജക്റ്റിൻ്റെ ലിങ്ക് ഈ ഒരു മെമ്പറിൻ്റെ കമൻറ്റിൽ പിക്ക് ചെയ്തിട്ടായിരിക്കും ഞാൻ ഇടുക. അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ഇട്ടെന്ന് പറഞ്ഞാൽ അടുത്ത വീഡിയോയിൽ ഏത് പ്രൊജക്റ്റാണോ പറയുന്നത് നിങ്ങളുടെ റെഫർ ലിങ്ക് ആയിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത് ഇടാൻ പോകുന്നത്. അപ്പോൾ റാൻഡംലി പിക്കാണ്. നിങ്ങൾ എത്രത്തോളം കമൻറ്റ് ഇടുന്നോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ചെറിയ ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഈ ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വന്നിട്ടുള്ള 3 മേജർ പ്രൊജക്റ്റിൻ്റെ അപ്ഡേറ്റുകളാണ്. അപ്പോൾ ഒരുപാട് കാലമായിട്ട് ഒരുപാട് ആൾക്കാർ കളിച്ചുകൊണ്ടിരിക്കുന്ന 2 മേജർ ടെലിഗ്രാം പ്രൊജക്റ്റാണ് ബ്ലമ്മും ടൈം ഫാം. അതോടൊപ്പം ഒരുപാട് ആൾക്കാർ PX നെറ്റ്വർക്ക് പോലെ അല്ലെങ്കിൽ പൈ നെറ്റ്വർക്ക് പോലെ പ്രൊജക്റ്റുകൾ ഉണ്ടോ, നമുക്ക് ആപ്പ് വഴിയൊക്കെ റൺ ചെയ്യാൻ പറ്റുന്ന, ഒരുപാട് ടൈം ഒന്നും സ്പെൻഡ് ചെയ്യാൻ വയ്യ, 24 മണിക്കൂറിൽ ഒരു പ്രാവശ്യമൊക്കെ എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയുള്ള പ്രൊജക്റ്റൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബി നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിനെ പറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ മേജർ നമ്മുടെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ടൈം ഫാം നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് തരുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം അറിയാനാണ്. അതേപോലെ തന്നെ നമ്മുടെ ബ്ലമ്മിൻ്റെ കാര്യം നമുക്ക് എന്ത് ചെയ്യാം, സംസാരിക്കാം. നമ്മുടെ ടെലിഗ്രാം ചാനൽ നിങ്ങൾ കയറാത്ത ആളാണെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനലിൽ കയറുക. ഈ ഒരു 170 രൂപേൻ്റെ ഏഞ്ചൽ വണ്ണിൻ്റെ ലിങ്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലൊക്കെ GPayയിൽ 170 രൂപ കിട്ടേണ്ട ലിങ്ക് വീണ്ടും ഇപ്പോൾ അവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇതിൽ കയറുക, ഡയറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിൽ പോവും, ഏഞ്ചൽ വൺ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അതേപോലെ തന്നെ KYC കംപ്ലീറ്റ് ചെയ്ത് ഇതിലൊരു അക്കൗണ്ട് എടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഗൂഗിൾ പേയിൽ 170 രൂപ കിട്ടും. അപ്പോൾ അതിൻ്റെ പ്രൂഫൊക്കെ കാണുന്നുണ്ടെങ്കിൽ പഴയ ഒരുപാട് വീഡിയോകൾ നോക്കിയാൽ മതി, എല്ലാത്തിലും പ്രൂഫൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പൈസ കിട്ടും, എനിക്ക് പൈസ കിട്ടും. അപ്പോൾ എത്രത്തോളം ആൾക്കാർ ചെയ്യുന്നു അത്രത്തോളം പൈസ കിട്ടും, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ആയിട്ട് പോകുന്നത് നമ്മുടെ ടൈം ഫാമിൻ്റെ അപ്ഡേറ്റിലേക്കാണ്. അപ്പോൾ എന്താണ് ടൈം ഫാമിൽ അവർ കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലോക്ക് അപ്ഡേറ്റ് വന്നു പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പുതിയ ക്ലോക്കിൻ്റെ അപ്ഡേറ്റ് വന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എയർ ഡ്രോപ്പ് ആയിട്ട് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കണാണ് തരാൻ പോകുന്നത്. അപ്പോൾ ഈ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ വേരിയസ് എക്സ്ചേഞ്ചുകളിലൊക്കെ അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള എക്സ്ചേഞ്ചുകളിലൊക്കെ ഇപ്പോഴും ട്രേഡ് കൊണ്ടിരിക്കുന്ന ഒരു ടോക്കണാണ്. ആ ഒരു ടോക്കണിൻ്റെ അപ്രോക്സിമേറ്റ്ലി വില എന്ന് പറഞ്ഞാൽ $12. അപ്പോൾ ആ ഒരു ടോക്കണാണ് നിങ്ങൾക്ക് ടൈം ഫാം എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് തരാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം പ്രതീക്ഷയാണ്, ഇങ്ങനെയൊക്കെ കിട്ടുമല്ലോ. പക്ഷേ തീരെ പ്രതീക്ഷയൊന്നും വേണ്ട എന്നുള്ള കാര്യമാണ്. ഒരുപാട് ആൾക്കാർ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ അവൻ്റെ സബ്സ്ക്രൈബേഴ്സ് എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ 10 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇതിൽ എത്ര പേര് എലിജിബിൾ ആവും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവൻ്റെ അപ്ഡേറ്റ്. ഞാൻ എന്തായാലും അവൻ്റെ ഒരു ആപ്പിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഫാമിംഗ് ടൈമിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻഡ് ആവുന്നവർ പറഞ്ഞിട്ടുണ്ട്. ജൂൺ 16-ാം തീയതി ഇല്ലെങ്കിൽ ഇനി ഒരു 4 ദിവസം കഴിഞ്ഞ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത് ഫാം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എത്രത്തോളം ഫാം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഫാം ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം പോയിന്റ്സ് ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ നമുക്ക് ഇവിടെ മെയിൻ ഡാഷ്ബോർഡിലേക്ക് വരുമ്പോൾ ഡ്രോപ്പ് ഈസ് കമ്മിങ്. നമുക്ക് സമാധാനമായി ഡ്രോപ്പ് എന്തായാലും വരുന്നുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്താലാണ് നമുക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അറിയുള്ളൂ. അപ്പോൾ പ്രിപ്പയർ ഫോർ ദ നെക്സ്റ്റ് ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡ്രോപ്പ് ഈസ് കമ്മിങ് സെക്യൂർ സ്പോട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ ടൈം ടോക്കൺ ഡ്രോപ്പ് വിൽ ബി ഹാപ്പൺ ഇൻ 5 സ്റ്റേജസ്. ദ ഫസ്റ്റ് സ്റ്റേജ് 20% ഓഫ് യുവർ സെക്കൻഡ്സ് മേ ബി കൺവേർട്ടഡ് ഇൻ ടു ടൈം ടോക്കൺ. അപ്പം നമ്മുടെ കയ്യിലുള്ള 20% ഓഫ് സെക്കൻഡ്സ് ടോക്കൺസ് ആണ് ഫസ്റ്റ് നമുക്ക് കൺവേർട്ട് ആയിട്ട് കിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇത് കിട്ടണമെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആവണം, ഇല്ലെങ്കിൽ ഏർലി ആയിട്ട് യൂസർ ആയിരിക്കണം എന്നുള്ളൊരു കാര്യമുണ്ട്. ആക്റ്റീവ് യൂസർ വിൽ റിസീവ് ടൈം ബട്ട് ഓണിങ് ദ ലേറ്റസ്റ്റ് ടൈം വാച്ച് ഗീവ് യുവർ പ്രിയോറിറ്റി. അപ്പം നിങ്ങൾ ഇതിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടൈമിൻ്റെ ഒരു വാച്ച് ക്ലോക്കൊക്കെ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻഗണന ഉണ്ടാവും എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിലും നിങ്ങൾക്ക് കിട്ടും. മുൻഗണന വേണമെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു ടൈമിൻ്റെ $12 പാതി $6 കൊടുത്ത് ആ ടൈം അപ്ഡേറ്റ് ചെയ്യണം. യു വിൽ ഗെറ്റ് യുവർ ടോക്കൺ ഏർലിയർ. യുവർ വെസ്റ്റിംഗ് വിൽ സൂണർ ദാൻ അതേഴ്സ്. വെസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫാമിംഗ് ഓഫ് സെക്കൻഡ്സ് വിൽ സ്റ്റോപ്പ് ഓൺ 16/6/2025. അപ്പോൾ ഗെറ്റ് റെഡി ടു ക്ലെയിം യുവർ ടൈം ആൻഡ് സെക്യൂർ സ്പോട്ട് ഇൻ ദ ലിസ്റ്റിംഗ്. യുവർ വെസ്റ്റിംഗ് വിൽ സ്റ്റാർട്ട് സൂണർ ദാൻ അതർ. അപ്പോൾ വെസ്റ്റിംഗ് ഉള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ ഹൗ ടൈം വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങൾക്ക് ടൈം കിട്ടുക എന്നുള്ളൊരു കാര്യം. ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടൈം വിൽ ബി ഹാപ്പൻ ഇൻ 5 സ്റ്റേജസ് എന്ന് പറഞ്ഞ് 20% ആയിട്ടാണ് ആദ്യം തരുന്നത്. അപ്പോൾ സ്റ്റേജ് 1ൽ 20% ഓഫ് നിങ്ങളുടെ സെക്കൻഡ്സ് നിങ്ങൾക്ക് ഇപ്പോൾ എത്രയാണുള്ളത് അതിൻ്റെ 20% നമുക്ക് കിട്ടും. അതേപോലെ തന്നെ അത് കൺവേർട്ട് ആയി കിട്ടും. ഈച്ച് സ്റ്റേജ് വിൽ ഇൻക്ലൂഡ് എ ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് ക്വാളിഫൈഡ് യൂസർ. അപ്പോൾ ഓരോ സ്റ്റേജിലും അതിലൊരു ഇൻക്ലൂഡഡ് ആയിട്ട് ക്വാളിഫൈഡ് യൂസറിനെയാണ് അവർ കണക്കാക്കിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മേ ബി ഈ ഒരു സ്റ്റേജിൽ 1ൽ ഈ ഒരു ക്ലോക്ക് വാങ്ങിയ ആളാണെങ്കിൽ നമ്മളെല്ലാവരും മൂഞ്ചി എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ യു ക്യാൻ ക്വാളിഫൈ ഫോർ മൾട്ടിപ്പിൾ സ്റ്റേജ് ഡിപ്പെൻഡിങ് ഓൺ യുവർ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഞാൻ അടുത്ത സ്റ്റേജിലേക്കും നമുക്ക് എന്താണ് ക്വാളിഫൈ ആവാം. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഈ ഫസ്റ്റ് സ്റ്റേജിൽ ക്വാളിഫൈ ആവില്ല, എന്നാൽ മാത്രമല്ല അവൻ്റെ പ്രൊജക്റ്റ് നിലനിൽക്കുകയുള്ളൂ. ദ റിമൈനിങ് 80% വിൽ ബി ഡിസ്ട്രിബ്യൂട്ട് അക്രോസ് സ്റ്റേജ് 2 to 5 എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആക്റ്റീവ് യൂസർ ഹാവ് എ ബെറ്റർ ചാൻസ് ടു ക്വാളിഫൈ ഏർലിയർ ബട്ട് എനി വൺ മീറ്റ് ദ കണ്ടീഷൻ മേ ഇൻക്ലൂഡ് ഇൻ ദ വൺ ഓഫ് ദ ഡ്രോപ്പ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു എല്ലാ സ്റ്റേജിൽ നിന്നും ഒരു ഡ്രോപ്പ് കിട്ടും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏർലി ആയിട്ട് ഇല്ലെങ്കിൽ ഏർലി യൂസറും ഈ ടൈം മേടിച്ചിട്ടുള്ള ക്ലോക്കൊക്കെ
അപ്ഗ്രേഡ് ചെയ്ത ആൾക്കാർക്കൊക്കെ എന്തായാലും സ്റ്റേജ് 1 ഒരു എയർ ഡ്രോപ്പ് കിട്ടും, ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സെക്കൻഡ്സ് 20% മാറ്റും എന്നുള്ളൊരു കാര്യമൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തത് നോക്കാം എന്താണെന്ന്. മേക്ക് ഷുവർ യുവർ ക്വാളിഫൈ. അപ്പോൾ നിങ്ങൾ എന്തായാലും ക്വാളിഫൈ ആവാൻ വേണ്ടി കുറച്ച് സ്റ്റെപ്സ് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമുക്ക് മനസ്സിലായി. ഫോളോ അവർ മെയിൻ ടെലിഗ്രാം ചാനൽ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അവൻ്റെ ഫൗണ്ടറിൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ 50% ഓഫ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഫാം ഫെയർ 6 അക്കൗണ്ട് വിൽ ബി അപ്പോൾ നിങ്ങൾ എന്താണ് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് സിബിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഗെറ്റ് റെഡി ടു ക്ലെയിം യുവർ ടൈം ആൻഡ് സെക്യൂർ സ്പോട്ട് ഇൻ ദിറ്റ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം മസ്റ്റായിട്ട് നിങ്ങൾ ടൈം ക്ലോക്ക് അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. നമ്മൾ നേരത്തെ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ്, ഹൗ യുവർ ടോക്കൺ അൺലോക്ക്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ടോക്കൺ അൺലോക്ക് ആകുക എന്നുള്ളത്. യുവർ ടൈം വിൽ ബി അൺലോക്ക് ഗ്രാജുവലി ഓവർ 30 days. അപ്പോൾ മേ ബി നമുക്ക് കിട്ടുന്ന എയർ ഡ്രോപ്പ് വെസ്റ്റിംഗിലേക്ക് ആയിരിക്കും പോവുക. അത് നിങ്ങൾക്ക് ഓരോ ദിവസമായിട്ട് എന്താവും 30 ദിവസത്തിനുള്ളിലായിരിക്കും അൺലോക്ക് ആകുക എന്നുള്ളൊരു കാര്യം കൂടി അവരിവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. കിട്ടുന്ന എയർ ഡ്രോപ്പ് വെസ്റ്റിംഗിലേക്ക് പോകും. വെസ്റ്റിംഗ് കഴിഞ്ഞാൽ 30 ദിവസം കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം. അപ്പോൾ ചെക്ക് ബാക്ക് എവറി ഡേ ടു ക്ലെയിം യുവർ അൺലോക്ക് ടൈം. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് എന്താണ് ഇത് ക്ലിക്ക് ചെയ്തിട്ട് ആ ടൈം ഇത്തിരി എടുക്കാം. അപ്പോൾ മൊത്തമായിട്ട് വിഡ്രോ ചെയ്യണമെങ്കിൽ 30 ദിവസം കഴിയണം എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ കമ്പനി നമ്മളെ വിടില്ല എന്നുള്ളൊരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഫാമിംഗ് വിത്ത് ദ ക്ലോക്ക് ഈസ് എൻഡിങ്. അപ്പോൾ ഫാമിംഗ് ഓഫ് സെക്കൻഡ്സ് പിന്നെ എന്താണ് ഈ 16-ാം തീയതി ക്ലോക്കൊക്കെ എൻഡ് ആവുകയാണ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഫ്യൂച്ചർ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സെക്കൻഡ്സ് ഏൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ ടൈം സ്റ്റേക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ നെക്സ്റ്റും കൂടി കൊടുക്കുന്നുണ്ട്. ബൈ ദ ലേറ്റസ്റ്റ് വാച്ച് വിത്ത് ടൈം ടോക്കൺ. അപ്പോൾ നിങ്ങൾ എന്തായാലും പൈസ കൊടുത്ത് ആ ടോക്കും കൂടി വാങ്ങണം, ഇല്ലെങ്കിൽ ആ ക്ലോക്കും കൂടി വാങ്ങണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലെക്സ് ഫാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പോൾ ഈ എല്ലാ ഡൗട്ടുകളും നിങ്ങളുടെ മാറിയിട്ടുണ്ടാകുന്ന ഞാൻ വിചാരിക്കുന്നുണ്ട്. ഞാൻ മേ ബി കളിയാക്കുന്ന രീതിയിൽ കൂടി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാവരുടെയും പ്രിയപ്പെട്ടതായ ബ്ലം എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ കുറച്ച് അപ്ഡേറ്റുകളാണ്. അപ്പോൾ എന്താ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ TG എയർ ഡ്രോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ടോക്കണോമിക്സ് ആണ് പറയാൻ പോകുന്നത്. യു മൈറ്റ് ഹാവ് നോട്ടീസ് വി ആർ ടേൺഡ് ഓഫ് ദ ഡെയിലി ചെക്കിൻ. അപ്പോൾ അവർ അതിന് പ്രകാരമായിട്ട് നമ്മുടെ ഡെയിലി ചെക്കിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ അവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ 1.5 വർഷമായിട്ട് 1.5 വർഷമായി ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യാനാണ്, ഇപ്പോഴെങ്കിലും ഇതൊക്കെ ചെയ്തല്ലോ എന്ന് കുറേ ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ എൻ്റെ ചാനൽ തുടങ്ങുമ്പോൾ ഈ പ്രൊജക്റ്റിൽ പാതി കയറി എല്ലാവരോടും കയറാൻ പറഞ്ഞാണ്. എന്താണെന്ന് പറഞ്ഞാൽ നല്ലൊരു ഡ്രോപ്പ് ഒക്കെ തരുമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ ഇയാളുടെ CM ഒക്കെ ജയിലിൽ പോയി, അയാളുടെ അനിയനാണ് ഇപ്പോഴും അവിടെ നിൽക്കുന്നത് എന്നുള്ള കുറേ സത്യാവസ്ഥകൾ കിടക്കുന്നുണ്ട്. നമുക്ക് എന്ത് കിട്ടിയാലും നമുക്ക് എന്താണ് സന്തോഷത്തോടെ എടുക്കാം എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഇനിയുള്ളൂ. നിങ്ങൾ എലിജിബിൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു 1000 രൂപ കിട്ടട്ടെ എന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര മാത്രമാണ് ബ്ലമ്മിൻ്റെ അപ്ഡേറ്റ് ഉള്ളൂ. അപ്പം ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് ബി നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടാവും. പൈ തുടങ്ങുന്ന മുമ്പ്, ഇല്ലെങ്കിൽ പൈ തുടങ്ങി കഴിഞ്ഞിട്ട് അതിലൊരു 2-3 വർഷം കഴിഞ്ഞ് 2016, 2020 ആവുമ്പോഴാണ് ഈ ഒരു പ്രൊജക്റ്റ് നമ്മളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ കൂടുമ്പോൾ ഇവിടെ ഒരു ബീൻ്റെ സിമ്പിൾ ഉണ്ടാവും. ഇതിലൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, ഇതിൻ്റെ KYC കംപ്ലീറ്റ് ചെയ്യാൻ ഇനിയും നമുക്ക് സമയമുണ്ടോ എന്നുള്ളൊരു കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും സമയമുണ്ട് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഞാൻ അവിടെ പ്രൊഫൈൽ സെഷനിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ KYC വെരിഫിക്കേഷൻ അവിടെ കിടക്കുന്നുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് റൗണ്ട് കമ്മിങ് സൂൺ ആണ്. ആൾറെഡി തന്നെ കുറേ ആൾക്കാർ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെയ്തവർക്കും ചെയ്യാൻ പോകുന്നവർക്കും ചെയ്യാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ എവിടെ കൊടുക്കാം, എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എൻ്റെ ലിങ്കിൽ നിന്ന് കയറാം, നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് എടുത്ത് കയറാം, നിങ്ങളുടെ ഫ്രണ്ടിൽ നിന്ന് എടുത്ത് കയറാം. അതൊന്നും നമുക്കിവിടെ വിഷയമല്ല. എല്ലാവർക്കും ഒരേപോലെ പൈസ കിട്ടണം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിവിടെ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നേരെ ഈ ഒരു വാലറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്കിവിടെ ഹോമിലേക്ക് വന്നിട്ട് ഡെയിലി ഇതിൻ്റെ ഒരു ഫാമിംഗ് ചെയ്യുക, ഒരുപാട് പോയിന്റ് കിട്ടുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഫാമിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമുക്കിവിടെ ഒരു ആഡ് വരും. ആഡ് വന്നിട്ടാണ് ഈ ഒരു കമ്പനി നമുക്ക് എന്ത് ചെയ്യുന്നത്, പൈസയൊക്കെ തരുന്നത്. അപ്പോൾ മേ ബി ഇതിൻ്റെ TG കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ നവംബറാണ്, അത് ഇനി കൂടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിലും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ അപ്ഡേറ്റ് ആണെന്ന് പറഞ്ഞാൽ ടൈം ഫാമിൻ്റെ അപ്ഡേറ്റ് പറഞ്ഞു, അതേപോലെ തന്നെ ബ്ലമ്മിൻ്റെ അപ്ഡേറ്റ് പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയാം. നമ്മുടെ ചാനലിനെ പറ്റി ഒരുപാട് ആൾക്കാരോട് സംസാരിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇത്തിരി വളരും, ഞാൻ വളർന്നു പറഞ്ഞാൽ നിങ്ങൾ വളരും, എനിക്ക് കിട്ടുന്ന എയർ ഡ്രോപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരും എന്ന് എന്തെങ്കിലും അല്ല 10% ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്നെയും കൂടി ചെറുതാക്കി ഒന്ന് വളർത്തുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.